അപ്പം ഇന്ന് മൂന്നാമണത്തിൻ്റെ അന്ന് രാവിലെ നേരത്തെ എണീച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മീൻ വാങ്ങാൻ പോയതാണ് ലേലം വിളിക്കുന്ന സ്ഥലത്തേക്ക്. നല്ല രസമാണ് അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെ ലേലം വിളിൻ്റെ സിസ്റ്റം എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ള മീനുകൾ. അപ്പോൾ ലേലം വിളി ഇപ്പോൾ തുടങ്ങും. ഒക്കെ നിരത്തി വെച്ചിട്ടുള്ളൂ, ലേലം വിളി തുടങ്ങാനായിട്ടില്ല. ഇതപ്പം തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കച്ചവടം ഉറപ്പിച്ചിട്ട് അത് ആ ടീമിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ലേലം വിളിയുടെ സിസ്റ്റം. 1000 രൂപ, 1000 കരിമീൻ, 700, 750, 750, 750, അതാ കരിമീൻ. 800, 800, അപ്പോൾ ഇതാ ഈ ബോട്ടിലാണ് മീൻ പിടിക്കാനൊക്കെ ഇവർ പോവാറുള്ളത്. അപ്പോൾ നേരത്തെ വെച്ചിരുന്നില്ല വലിയ മീൻ നമ്മൾ പൊക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ കാണുന്ന ഞണ്ടുമ്മയ്ക്ക് നമുക്കൊരു നോട്ടുണ്ടായിരുന്നു. അത് വിളിക്കൽ തുടങ്ങിയിട്ടില്ല. അത് വിളിക്കൽ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റേറ്റ് അറിയാൻ പറ്റും. 750. അപ്പോൾ നമ്മൾ ഈ രണ്ട് സാധനത്തിനോട് പൊക്കിയപ്പോൾ തന്നെ നമ്മൾ അടുത്ത ബോട്ട് സാധനം കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ ടൈമിൽ തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഓരോരോ ടീമുകൾ നമുക്ക് ബോട്ട് കൊണ്ടൊരു സാധനങ്ങൾ കൊണ്ട് തരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈല്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതായിരുന്നു ആ വലിയ മീൻ. എന്താ അതിൻ്റെ വെയിറ്റ്? 2.5-3 കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കുറേ ഞണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞണ്ടിന് ഏകദേശം ഒരു 3 കിലോ ഞങ്ങൾ വരുന്നെങ്കിൽ തൂക്കം നോക്കിയപ്പോൾ 3 കിലോ ഞണ്ടും ഉണ്ട്, ഒരു 2.25 കിലോ ആ വലിയ മീനും ഉണ്ട്. ഏതായാലും അടിപൊളി നല്ല ഒരു ഫുഡും കാര്യങ്ങളൊക്കെ, സീ ഫുഡ് പോലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കഴിക്കാൻ പറ്റും. നല്ല ഫ്രഷ് ഞണ്ടാണ്. ചിലതിനൊക്കെ ജീവനുണ്ട്, കടിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇറുക്കാൻ പറ്റില്ല, ഇങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ട്. ഇറുക്കാനുള്ള കപ്പാസിറ്റി അതിനില്ല. കേട്ടോ, അതാണ് ഞണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം മീനിൻ്റെ സൈസ് വരുന്നത്. ഇതിന് ഇളമീൻ എന്നാണ് ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇതിനെ വിളിക്കൽ. നിങ്ങളുടെ ഭാഗത്ത് എന്താ വിളിക്കൽ നമുക്കറിയില്ല. ഇതിൻ്റെ പേര് ഇളമീൻ എന്നാണ്. പിന്നെ ഞണ്ടിന് ഞണ്ട് തന്നെ, വേറെ പേരൊന്നുമില്ല.